ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനെന്നുള്ളത് ഞങ്ങളുടെ സ്വന്തം കൊല്ലം ബീച്ചിലാണ് ഞാനെന്നുള്ളത്. ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊന്നും അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടന്നാലോ? അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നതെന്ന് പറയുമ്പോൾ ഒരു 6 മണിയോട് അടുപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പൊ വന്നപ്പോഴേക്ക് സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ഞങ്ങളിതാ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങാണ് ഒരുപാട് ആൾക്കാരാണ്, നല്ല ജനത്തിരക്കാണ്. അപ്പൊ ഞങ്ങൾ മൺഡേ ആണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് മകരവിളക്കായതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഒരുപാട് ജനം, ഒരുപാട്. അപ്പൊ ഞങ്ങള് ഒരു 6 മണി ആയപ്പോഴാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇത്രയും തിര അടിച്ചു വന്നിരിക്കുകയാണ്. നല്ല തിരയാണ് കേട്ടോ, അടിപൊളി തിരയാണ്. അപ്പോൾ നമ്മൾ കാലൊക്കെ നനയ്ക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ ഭയങ്കര ജനത്തിൽ നമുക്ക് നിന്ന് തിരിയാൻ സ്ഥലമില്ല, അത്രയ്ക്ക് തിരക്കാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഉമ്മി, വാപ്പി, ഞാൻ, പിന്നെ ഐശു. അപ്പോൾ ഇപ്പോൾ ക്യാമറ എടുക്കുന്നതിൻ്റെ അനിയത്തി അവളാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ, ബാ. അപ്പോൾ ഗായ്സ്, നല്ല മണ്ണൊക്കെ ഇടിച്ച് കയറിയിരിക്കുകയാണ്. അവിടെ കിടന്ന് കളിക്കാനേ കണ്ടോ. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഇത്രയും വെള്ളം, നല്ല തിരയാണ് കേട്ടോ, നല്ല ഓവർ തിരയാണ്. ഇന്നൊരു അവധി ദിവസമായതാണ്. പിന്നെ നല്ലൊരു മൂടുണ്ട്. നമ്മൾ ഈ ഒരു 5 മണി 5:30 ശേഷമൊക്കെ നമ്മൾ ഈ ഒരു ബീച്ചിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും, നല്ല വൈബായിരിക്കും. നിങ്ങൾ നോക്കൂ, നല്ല തിരയാണ്. ഹായ് ഗൈസ്, അപ്പൊ നല്ല മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ കിടന്ന് കളിക്കുകയാണ്. നമ്മൾ ഈ ഒരു വൈബാണെന്നല്ല, ഒരു 5:30 കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ബീച്ചിൽ വരികയാണെങ്കിൽ അടിപൊളി വൈബാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ ഗൈസ്, ഞങ്ങളും നമ്മളെ കാല് നനയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇച്ചിരി പേടിയാണ് കേട്ടോ, കാലൊക്കെ നനയ്ക്കാന്. ഇങ്ങോട്ട് എത്തുന്നില്ല. ഗൈസ്, അപ്പൊ ഞങ്ങൾ എഴുതിയത് വായിക്കുന്നില്ല കേട്ടോ, കടലമ്മ. കടലെവിടെ? ഇത് ഈ ഫ്ലോറാണ്. ഞങ്ങൾ എഴുതിയെടുത്തവരെത്തിയത്. ഗൈസ്, അപ്പൊ ഞങ്ങൾ എഴുതിയത് അങ്ങനെ വായിച്ചോണ്ട് പോയിട്ടിരിക്കുകയാണ്. എനിക്കും கடலை, செவ்வாழை, கூம்பர், கேரட்டு, பீட்ரூட்டு, தக்காளி, நாரங்காய், மீட்டு மசாலா பொடி, உப்பு எல்லாம் சேர்த்து கடலை பாயம் டேஸ்ட்டாக உண்டு. ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിരിക്കുകയാണ്, ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. ഞങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി മേടിച്ചിരിക്കുകയാണ്. ഇതുപോലെ കഴിച്ചിട്ടും കൊടുക്കാം. കുറെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എപ്പോൾ ബീച്ച് പോയാലും ഇത് മേടിക്കാതെ പോകാറില്ല. കുത്തുമല്ലോ കേട്ടോ. ഒരാൾക്ക് 100 രൂപ, 2 പേർക്ക് 150. എത്ര എവിടം വരെ ഉണ്ട്? എത്ര ദൂരം ഉണ്ട്? 200 മീറ്റർ. 200 മീറ്റർ ഉണ്ടല്ലേ? കുതിരയ്ക്ക് സെയിം തന്നെ. സവാരി കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ല. നിങ്ങൾ എവിടെ സ്ഥലം? ഇത് മുണ്ടക്കലുള്ള. മുണ്ടക്കല്ല.
കുതിരയുടെ കണ്ണ് നോക്കുമ്പോ ചുവന്നു. അപ്പൊ നമ്മള് ബീച്ചിൽ പോവാണെങ്കിൽ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഞങ്ങള് കുക്കിംഗ് ആണല്ലോ മെയിൻ ആയിട്ട് ചെയ്യാറ്. അപ്പൊ നമ്മളൊരു ബജ്ജിക്കട കണ്ടു. അപ്പൊ ഞങ്ങള് ബജ്ജിക്കടയിൽ കയറിയപ്പോഴത്തേക്ക് അവിടെ പല പല ടൈപ്പില് ബജ്ജിയുണ്ട്, മുട്ട ബജ്ജിയുണ്ട്, മുളക് ബജ്ജിയുണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കാൻ നേരത്തെ അവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ ഒരു പൊട്ടറ്റോ സ്പ്രിങ്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റിക്കിൽ നമ്മുടെ പൊട്ടറ്റോ ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ്. അപ്പൊ അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു മിഷീനിൽ നമ്മുടെ സ്റ്റിക്ക് കയറ്റി വെച്ചിട്ട് നമ്മുടെ പൊട്ടറ്റോ അതിലോട്ടൊന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൊട്ടറ്റോ ഒന്ന് സ്പ്രിങ്കിൾസ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഒരു മാവ് ഉണ്ട് അതിൽ, ആ ഒരു മാവ് നമ്മൾ അതിന്റെ മുകളിലേക്ക് ഒന്ന് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കലാണ്. എന്തായാലും എന്ത് സാധനമാണെങ്കിലും അടിപൊളിയായിട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. നമ്മളിത് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് ഒരു ഡിപ്പിംഗ് ഉണ്ട്, നമ്മുടെ സോസ് എടുത്തിട്ട് ഒന്ന് ഡിപ്പാക്കിയിട്ട് എടുക്കും. അതാണ് നമ്മുടെ അടിപൊളി. നമ്മുടെ ആ പൊട്ടറ്റോ ഒന്ന് ക്രഞ്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സോസുമായിട്ട് കഴിക്കാൻ അടിപൊളിയായിരുന്നു. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഗൈസ്, അപ്പൊ ഞങ്ങളൊരു പൊട്ടറ്റോ സ്പ്രിങ്കിൾസ് മേടിച്ചിരിക്കാൻ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. എങ്ങനെയുണ്ട് ഇഷു? നല്ല ചൂടാണ്, നല്ല ക്രിസ്പിയാണ്. ചൂടുണ്ടാ? നല്ല ക്രിസ്പി പൊട്ടറ്റോ. വിളിക്കട്ടെ? ചേർത്തിക്കട ഇവിടത്തടാ മുള്ളല്ലേ? ഒരാൾക്ക് എത്തിക്കാൻ പറ്റും. ഗൈസ്, അപ്പൊ ഞങ്ങള് കുലിക്ക് സർബത്ത് ഓർഡർ ചെയ്തിരിക്കുകയാണ്. അടിപൊളി. ഉമ്മ